അപ്പം നമ്മൾ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്? വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര. അത് എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? 10. ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂവേഷൻ, തുടർച്ച എന്ന് പറയാവുന്ന മറ്റൊരു ചാപ്റ്റർ തുടങ്ങുകയാണ്, 11ാമത്തെ ചാപ്റ്റർ. അപ്പം നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ വെക്ടർ എഴുതിയ നോട്ട്ബുക്ക്. അപ്പം ആ നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. എടുത്തോ? ഓക്കെ. ആ പേജിൻ്റെ നടുക്കോട്ട് എഴുതുക ചാപ്റ്റർ 11. ചാപ്റ്റർ 11 എഴുതിയോ? 3 ഡയമെൻഷണൽ ജോമെട്രി. 3 ഡയമെൻഷണൽ ജോമെട്രി എഴുതിയോ? ഓക്കെ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? 3 dimensional ജോമെട്രി. ഓക്കെ. അപ്പോൾ അടുത്ത പേജ് എടുത്തിട്ട് എഴുതുക സിലബസ്. സിലബസ് എഴുതിയോ? ഓക്കെ. ഞാൻ ഓരോ പോയിന്റായിട്ട്, നിങ്ങൾക്കറിയാമല്ലോ സിലബസ് എഴുതുന്നത്. 11.1 ഇൻട്രൊഡക്ഷൻ. 11.1 ഇൻട്രൊഡക്ഷൻ എഴുതിയോ? 11.2 ഡയറക്ഷൻ കൊസൈൻസ്. ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ. എഴുതിയോ? റേഷ്യോസ് ഓഫ് എ ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. എഴുതിയോ? ഓക്കെ. ഇലവൻ 11.3 ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ. എഴുതിയോ? ഇൻ സ്പേസ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ്. എഴുതിയോ? 11.4 angle between two lines. Angle between two lines. എഴുതിയോ? 11.5 shortest distance. Shortest distance. Shortest distance between. Shortest distance between two lines. Shortest distance between two lines. എഴുതിയോ?
എഴുതി സാർ. അപ്പം ഇതിന് ശേഷം 11.6 പ്ലെയിനിൽ തുടങ്ങി 11.10 ആംഗിൾ ബിറ്റ്വീൻ എ ലൈൻ ആൻഡ് എ പ്ലെയിൻ വരെയുള്ള പോർഷൻസ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സിലബസ് റിവൈസ് ചെയ്തപ്പോൾ ഈ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തിൽ നിന്ന് ചില പോർഷൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 11.2 ഉണ്ടല്ലോ, നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഹലോ, അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആ സിലബസിൽ തന്നെ ഡിലീറ്റഡ് എന്ന് പറഞ്ഞൊന്ന് എഴുതിയിടാമോ? ഡിലീറ്റഡ് എന്ന് പറഞ്ഞൊന്ന് എഴുതിയിടാമോ? എന്നിട്ട് ഞാൻ പറയുന്നത് എഴുതിയിടുക. പറയട്ടെ. പേജ് നമ്പർ 465. പേജ് നമ്പർ 465 എഴുതിയോ? എഴുതിയോ? എഴുതി സാർ. 11.2.1 11.2.1 relation between the direction cosines of a line. Direction cosines of a line. എഴുതിയോ? എഴുതി സാർ. അടുത്തത് പേജ് നമ്പർ 469 മുതൽ പേജ് നമ്പർ 469 മുതൽ 471 വരെ, 469 മുതൽ 471 വരെ. ഇനി അടുത്ത പോർഷൻ പറയട്ടെ. അയ്യോ, ആരും അനങ്ങുന്നില്ല. പോർഷൻ പറയട്ടെ. 11.3.2 equation of a line passing through two given points. ഓക്കെ, എഴുതിയോ? എഴുതി സാർ. ഇനി ഇത് കൂടാതെ 11.6, 11.7, 11.8, 11.9, 11.10 ഇത്രയും പോർഷൻസ് നിലവിൽ നിന്നുള്ളതിനകത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകത്തിലൊക്കെ ഈ 11.6 എന്ന് പറയുന്നത് പ്ലെയിനാണ്. നമുക്ക് ഈ 3Dക്കകത്തിലെ 2 ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് ലൈനും 2 പ്ലെയിനുമാണ്. അതിലെ പ്ലെയിൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ലൈനുമായി ബന്ധപ്പെട്ട പോർഷനകത്ത് നിന്ന് ഇത് 2 എണ്ണവും എന്ത് ചെയ്തിട്ടുണ്ട്? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി, ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ ഞാൻ +1 അല്പം കാര്യങ്ങളാണ് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പാഠത്തിൻ്റെ പേരാണ് കോഓർഡിനേറ്റ്സ്. ഓർമ്മയുണ്ടോ? സമയം കളയുന്നുണ്ട്. അവിടെ നമ്മൾ മ്യൂച്വലി പെർപെൻഡിക്കുലറായ പരസ്പരം ലംബമായ 2 ആക്സിസുകളെ പരിഗണിച്ചു അല്ലേ? ഇതൊക്കെയായിരുന്നു ഇവരുടെ പേര്.
X and Y. എക്സ് ആൻഡ് വൈ ആക്സിസ്. അതിനെ നമ്മൾ എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് എന്ന് സൂചിപ്പിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ എന്ത് വിളിക്കും? Origin. ഒറിജിൻ. ഇനി ഒറിജിൻ കഴിഞ്ഞ് റൈറ്റിലോട്ട് നമ്മൾ പോസിറ്റീവ് നമ്പർ മാർക്ക് ചെയ്യും. ഒറിജിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്മൾ നെഗറ്റീവ് നമ്പർ മാർക്ക് ചെയ്യും. ഒറിജിനിൽ നിന്ന് മുകളിലേക്ക് പോസിറ്റീവ് നമ്പർ മാർക്ക് ചെയ്യും. ഒറിജിനിൽ നിന്ന് താഴോട്ട് നെഗറ്റീവ് നമ്പരും എന്ത് ചെയ്യും? മാർക്ക് ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് തന്നാൽ അതിനെ കോഓർഡിനേറ്റ് ആയിട്ട് എഴുതാനും കോഓർഡിനേറ്റ് തന്നാൽ അതിനെ പോയിന്റ് ആക്കി അടയാളപ്പെടുത്താനും ഒക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ വിശദമായിട്ട് എന്ത് ചെയ്തു? പഠിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് 2 ഡയമെൻഷണൽ ജോമെട്രി. ഇത് വിളിക്കുന്നു 2 dimensional geometry. അവിടെ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ക്വാഡ്രന്റ് ആണ്. എന്താണ്? Quadrant. മലയാളത്തിൽ നമ്മൾ ചതുർധാംശം എന്നൊക്കെ പറയും. ഇങ്ങനെ വരച്ചു കഴിയുമ്പോൾ ബോർഡിലുള്ള മൊത്തം സ്ഥലത്തെ നമ്മൾ 4 തുല്യ കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. ഇതിലെ ഓരോ പാർട്ടിനും പറയുന്ന പേരാണ് എന്ത്? ക്വാഡ്രന്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഇത്രയും ഒന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഇനി നമ്മൾ +1 വന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഈ 2Dയുമായി ബന്ധപ്പെട്ട് പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടായിരുന്നോ? ഈ 2 ഡയമെൻഷണൽ ജോമെട്രി വെച്ച് +1 പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ ഓർത്ത് നോക്കിക്കേ. 2 ഡയമെൻഷൻ എന്താണ്? 2 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഐഡിയ വെച്ച് +1 പഠിച്ച ഫസ്റ്റ് ചാപ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണപ്രിയയുടെ ചെയ്യുന്നതിൻ്റെ ബുക്ക് +1കാർക്ക് നോട്ടൊന്ന് കോപ്പി എടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നത്. ഓർമ്മയുണ്ടോ കൃഷ്ണപ്രിയ? സ്ട്രെയിറ്റ് ലൈൻസ്. അത് കഴിഞ്ഞിട്ട് അതേ ഐഡിയ പ്രയോഗിച്ചുകൊണ്ട് അടുത്തൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. നമ്മുടെ സർക്കിള്, പരാബോള, ഹൈപ്പർബോള, എലിപ്സ് ഒക്കെ പഠിച്ച ചാപ്റ്റർ, കോണിക് സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് പഠിച്ചൊരു ചാപ്റ്റർ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രി. ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ +1കാരെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുത്ത് നോക്കാം. 3 ഡയമെൻഷണൽ ജോമെട്രി എവിടാണ്? 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഈ 2 ആക്സിസുകളോടും, ഏത് 2 ആക്സിസുകളോടും? എക്സ് ആക്സിസിനോടും വൈ ആക്സിസിനോടും പെർപെൻഡിക്കുലർ ആയിട്ട് മൂന്നാമതൊരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനെ വിളിക്കുന്ന പേര് ഇസഡ് ആക്സിസ്. ഉണ്ടോ? ഈ പേന വെച്ചേക്കുന്ന കണ്ടോ? ഈ പേന വെച്ചേക്കുന്ന ഡയറക്ഷനിലാണ് ഏത് ആക്സിസ് ഇരിക്കുന്നത്? ഇസഡ് ആക്സിസ്. ഓക്കെ. ഇനി അടുത്തത്, ഇത് കൂടാതെ 3 പ്ലെയിനുകൾ കൂടി 3 ഡയമെൻഷണൽ ജോമെട്രിയിലുണ്ട്. ഏതൊക്കെയാണ് ആ പ്ലെയിനുകൾ എന്നറിയാമോ? XY പ്ലെയിൻ, YZ പ്ലെയിൻ, XZ പ്ലെയിൻ. ഓർമ്മയുണ്ടല്ലോ +1 ഇതൊക്കെ പഠിച്ചത്. മറ്റൊരു വാക്ക് നമ്മൾ പഠിച്ചത് ഒക്ടന്റ്. എന്തുവായിരുന്നു? ഒക്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ 3 ആക്സിസുകളും ഈ 3 പ്ലെയിനുകളും കൂടെ ചേർന്നിട്ട് നമ്മുടെ സ്പേസിനെ എത്ര ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു? 8 ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. ഇതിലെ ഓരോ പാർട്ടുകളെയും വിളിക്കുന്ന പേരാണ് ഒക്ടന്റ്. എന്ത് വിളിക്കുന്നു? ഒക്ടന്റ്. ഇത്രയും കാര്യം നമ്മൾ +1 ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്ത് പഠിച്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ 10ലെയും +1ലെയും 2Dയും +1ലെ 3Dയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കളയരുത്. ഇല്ലല്ലോ.
ഇല്ല സാർ. ഇല്ല. ഓക്കെ, ശരി. അപ്പോഴേ ഇനി നിങ്ങൾ ഒരു റഫ് ബുക്ക് എടുത്ത് നോക്കണം. ഒരു റഫ് ബുക്കോ ഒരു റഫ് പേപ്പറോ എടുത്ത് നോക്കാം. എടുത്തു വെച്ചോ. എടുത്തു വെച്ചോ. എടുത്തു സാർ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോട്ടോ കോപ്പി നോട്ടിനകത്ത് ഒരു 11.1 ഇൻട്രൊഡക്ഷൻ കണ്ടോ? കണ്ടു സാർ. അത് നിങ്ങൾ എഴുതേണ്ടത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഇൻട്രൊഡക്ഷൻ ആണ്. അത് നിങ്ങൾ അങ്ങ് വെട്ടിയേക്കാം. വെട്ടിയോ? എന്നിട്ട് നിങ്ങൾ ആ എടുത്തു വെച്ച റഫ് ബുക്കിനകത്തിലെ റഫ് പേപ്പറിലോട്ട് എഴുത് 11.1 ഇൻട്രൊഡക്ഷൻ. എഴുതിയോ? എഴുതി സാർ. ഞാൻ അവിടെ എഴുതുക. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതണം. അപ്പം ഞാൻ തന്ന ഫോട്ടോ കോപ്പിയിലെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിന് പകരമായിട്ട് എവിടുത്തെ ഇൻട്രൊഡക്ഷൻ എഴുതേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലെ. ഓക്കെ, ഇപ്പം നിലവിൽ ഈ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാരൊക്കെയുണ്ട്? കൃഷ്ണപ്രിയയുടെ ഉണ്ട്. സാർ എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ സമൃദ്ധയുടെയിലുണ്ട്. സാർ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പം ഞാൻ രണ്ട് ബ്രാഞ്ചിന് പാർട്ടിസിപ്പേഷൻ വരാൻ വേണ്ടിയിട്ട് കൃഷ്ണപ്രിയ ആ ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. വായിക്കട്ടെ സാർ? ധൈര്യമായിട്ട് ഓരോരോ പോയിന്റ് ആയിട്ട് വായിച്ച് നിർത്തി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോവാം. In class 11, while studying analytical geometry in 2 dimensions and the introduction to 3-dimensional geometry, we confined to the Cartesian methods only. അപ്പം നമ്മൾ +1 2 dimensional geometry പഠിച്ചപ്പോഴും ഇൻട്രൊഡക്ഷൻ ടു 3-dimensional geometry പഠിച്ചപ്പോഴും അവിടെ നമ്മൾ എന്ത് മെത്തേഡിലാണ് അതിനെക്കുറിച്ച് പഠിച്ചത്? എന്ത് കാർട്ടീഷ്യൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? വേണ്ടേ, 2-dimensional geometry നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ 2 നമ്പറുകൾ എഴുതിയിട്ടല്ലേ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? 3Dക്കകത്തിൽ വരുമ്പോൾ ഇതിന് പകരം ഒരു പോയിന്റിനെ നിങ്ങൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമായിരുന്നു? ഇങ്ങനെ ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർട്ടീഷ്യൻ സിസ്റ്റം. അപ്പൊ +1 2D പഠിച്ചപ്പോഴും +1 3D പഠിച്ചപ്പോഴും നമ്മൾ അതിനെ കാർട്ടീഷ്യൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? എഴുതിയത്. ഓക്കെ, ശരി. സെക്കൻഡ് പോയിന്റ്. In the previous chapter of this book, we have studied some basic concepts of vectors. ഓക്കെ, അതായത് കഴിഞ്ഞ ദിവസത്തെ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഈ പാഠത്തിന്റെ തൊട്ടുമുള്ള ചാപ്റ്റർ ആയിരുന്നു. അവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിച്ചത്? വെക്ടറിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകളാണ് പഠിച്ചത്. We will now use vector algebra to 3-dimensional geometry. അതാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. We will now use vector algebra to 3-dimensional geometry. നമ്മൾ +1 3D പഠിച്ചപ്പോൾ 3D പഠിക്കാൻ വേണ്ടി ആരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു? വെക്ടറിനെ ഉപയോഗിച്ചിട്ടില്ല. പകരം ആരെ ഉപയോഗിച്ചുള്ളായിരുന്നു? എന്നാൽ ഈ പാഠത്തിൽ, അതായത് സെക്കൻഡ് ഇയറിലെ 3D പഠിക്കാൻ നേരത്ത് നമ്മൾ ആരെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? വെക്ടറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? അതിന്റെ അർത്ഥം വെക്ടർ നന്നായിട്ട് അറിയാവുന്നവർക്ക് 3D എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നന്നായി പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത പോയിന്റ്. The purpose of this approach to 3-dimensional geometry is that it makes the study simple and elegant. ഇനി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 3-dimensional geometryയെ കുറിച്ചുള്ള പഠനം നമുക്ക് എന്താക്കി മാറ്റും? സിമ്പിൾ ആൻഡ് എലഗന്റ്. എന്താണ് ഈ എലഗന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഹലോ, എന്താണ് എലഗന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം?
ഹലോ, അയ്യോ അനക്കില്ല. അറിയത്തില്ല സർ. ആ, സ്റ്റൈലിഷ് ഇൻ അപ്പിയറൻസ്. എന്താണ് സ്റ്റൈലിഷ് ഇൻ അപ്പിയറൻസ് എന്ന് വെച്ചാൽ നമ്മൾ കാണാനൊരു ഗുമ്മുണ്ടെന്ന് പറയത്തില്ലേ? കാണാനൊരു നിങ്ങളുടെ പറഞ്ഞില്ല, കാണാനൊരു ഒരു ഗുമുണ്ട്. ഗുമ്മുണ്ടെന്ന്. അപ്പോ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തിലേക്ക് വെക്റ്റർ ഓൾജിബ്രയെ കൂടി ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രിയെ കുറിച്ചുള്ള പഠനം വളരെ സിമ്പിളുമാകും, കാണാൻ ഒരു സൗന്ദര്യമൊക്കെ അതിന് ഉണ്ടാകും. പിടികിട്ടിയോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് മുള്ളിക്കുളങ്ങര ബ്രാഞ്ചിന്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് കുമാരി സമൃദ്ധ അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. In this chapter, we shall study the direction cosines and direction ratios of a line joining 2 points and also discuss about the equations of lines and planes in space under different conditions. Angle between 2 lines, 2 planes, a line and a plane, shortest distance between 2 skew lines and distance of a point from a plane. അതായത് സമൃദ്ധ വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ എവിടെ എഴുതി വെച്ചേക്കുന്നത്? ഇൻട്രൊഡക്ഷനിൽ അല്ല, സിലബസിൽ എഴുതി വെച്ചേക്കുന്നത്. സമൃദ്ധ വായിച്ച കുറെ പോർഷൻ നമുക്ക് ഡിലീറ്റഡ് ആയതുകൊണ്ട് അതെവിടെ വന്നിട്ടില്ല? സിലബസിനകത്ത് വന്നിട്ടില്ല. ഓക്കെ, ശരി. അടുത്തത് വായിച്ചാട്ടെ. Most of the above results are obtained in vector form. ഈ പാഠത്തിലെ നിങ്ങളെ സ്കൂളിൽ ചിലപ്പോൾ മിക്കവാറുള്ള സ്കൂളുകളെല്ലാം നിങ്ങൾ 3D പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഓക്കെ. 3D നിങ്ങളെ ടീച്ചേഴ്സ് പഠിപ്പിച്ചപ്പോൾ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സ് നിങ്ങളെ 2 ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓർമ്മയില്ല? 3Dക്കകത്തിലെ ഏതൊരു സെക്ഷൻ പഠിപ്പിച്ചപ്പോഴും ടീച്ചർ ആ സെക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ 2 ഫോർമുലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ വാക്കും നിങ്ങൾ കേട്ടിട്ടില്ലയോ 3D സ്കൂളിൽ പഠിപ്പിച്ചപ്പം? എന്തോ വാക്ക്? ബോർഡ് എഴുതിയേക്കുന്ന കാണാൻ പറ്റുന്നില്ല. എന്തോ വാക്ക്? കാണാം സർ. കാർട്ടീഷ്യനും കാർട്ടീഷ്യൻ മീൻസ് ദാണ്ടെ ഈ തൊട്ട് മുകളിൽ കാണുന്നത് പോലെ 2, 3, 5 എന്നൊക്കെ ഒരു ബ്രാക്കറ്റിനകത്ത് 3 നമ്പറുകളെ കോമ ആയിട്ട് എഴുതി പഠിപ്പിച്ചിട്ടുണ്ടാകും. ഉണ്ടോ? ഉണ്ട് സർ. രണ്ടാമത്തേത് അതേ സംഗതിയെ തന്നെ എന്ത് ഫോമിലും പഠിപ്പിച്ചിട്ടുണ്ടാകും? അനക്കില്ല. അതേ സംഗതിയെ തന്നെ എന്ത് ഫോമിലും പഠിപ്പിച്ചിട്ടുണ്ടാകും? വെക്ടറായിട്ട് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും വെച്ച് വെക്ടറായും പഠിപ്പിച്ചിട്ടുണ്ടാവുമോ? എന്റെ പിള്ളേരെ ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്. 19 പേര് ക്ലാസ്സിലുണ്ടേ. ഞാൻ നോക്കിട്ട് പറയാം. അപ്പോ എന്തൊക്കെ ഫോം നമുക്കിവിടെ പഠിക്കാനുണ്ട്? ഒന്ന് കാർട്ടീഷ്യൻ ഫോമും പഠിക്കാനുണ്ട്, വെക്റ്റർ ഫോമും പഠിക്കാനുണ്ട്. ഓക്കെ, സമൃദ്ധ അടുത്തത് വായിച്ചാട്ടെ. Nevertheless, we shall also translate these results in the Cartesian form, which at times present a more clear geometric and analytic picture of the situation. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ടി വരും? ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് കാർട്ടീഷ്യൻ ഫോമിൽ തന്നാൽ നമ്മൾ അതിനെ വെക്ടറിലോട്ട് മാറ്റേണ്ടി വരും. വെക്ടർ ഫോമിൽ തന്നാൽ അതിനെ എന്ത് ഫോമിലോട്ട് മാറ്റേണ്ടി വരും? കാർട്ടീഷ്യൻ ഫോമിലേക്കും മാറ്റേണ്ടി വരും. ഓക്കെ, ഈ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും നന്നായി മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ ആ റഫ് ബുക്കിൽ എഴുതി വെച്ചല്ലോ. ഇൻട്രൊഡക്ഷൻ എവിടുന്നാ എഴുതേണ്ടത്? ടെക്സ്റ്റ് ബുക്കിൽ. ഇനി ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നത്തേക്ക് വെക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഞാൻ അതിന്റെ ഫോട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇത് ഇന്ന് തന്നെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. പിന്നത്തേക്കായാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്ന് പറയുന്ന പോലെ നമ്മളും 100 കൂട്ടം കാര്യങ്ങളുടെ തിരക്കിലാകും. അപ്പോൾ മുള്ളിക്കുളങ്ങരക്കാർ ചൊവ്വാഴ്ച വരുമ്പോൾ ഈ നോട്ട് എഴുതിയ ബുക്ക് എന്നെ കൊണ്ട് കാണിക്കണം. പനയന്നാർകാവുകാർ ബുധനാഴ്ചത്തെ ക്ലാസ്സിന് വരുമ്പോഴും എന്നെ ഈ ബുക്ക് എന്ത് ചെയ്യണം?
കൊണ്ട് കാണിക്കണം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ ഇപ്പോൾ ആ നോട്ട്? Sir, നോട്ട്ബുക്കിലല്ലേ എഴുതേണ്ടത്? ആ നോട്ട്ബുക്കിലാണ് ഇത് എഴുതേണ്ടത്, വർക്ക് ബുക്കായിട്ടില്ല, നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? Clear eyes. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. 11.2 ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. എന്തോ അമാനെ ഹെഡിങ്? ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ. ഈ ഹെഡിങ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമയം കളയരുത്. ഈ ഹെഡിങ് ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ട്. ഏത് പാഠത്തിൽ? Vector. അതേ കാര്യം തന്നെ പറയാൻ പോകുക. നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു, നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രി എന്തിന്റെ സഹായത്തോടാണ് പഠിക്കുന്നത്? Vector. Vector. ഓക്കെ, അപ്പൊ അമാനെ ആ നോട്ടിനകത്തിൽ നോക്കിയിട്ട് ഒന്നാമത്തെ പോയിന്റ് വായിച്ചേ. അമാൻ. Directed line passing through origin makes angle alpha, beta and gamma. Direction angles is the positive direction of x, y and z axis. Then cos alpha, cos beta and cos gamma are called the direction cosines of the line. അപ്പോൾ നമ്മൾ വെക്ടറിൽ പഠിച്ചതുപോലെ ഞാനൊന്ന് പറയാം. നമ്മൾ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഒരു പോയിന്റ് എടുക്കുന്നു. 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ ഒരു പോയിന്റ്, സപ്പോസ് ആ പോയിന്റ് പി ആണെന്ന് വിചാരിക്കാം. പിയുടെ കോർഡിനേറ്റ് എക്സ് വൈ ഇസഡ് ആണെന്ന് വിചാരിക്കാം. ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ നമ്മൾ ആരുമായി യോജിപ്പിക്കുന്നു? ആരുമായി യോജിപ്പിക്കുന്നു? ഒറിജിനുമായിട്ട്. ഒറിജിൻ എന്ന് പറയുന്ന ആരാ? എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഒറിജിൻ. അപ്പോൾ കിട്ടുന്ന ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ്. പോയിന്റ് വെക്ടർ പഠിക്കാതെ 3D പഠിക്കാൻ ഒരു ലക്ഷ്യമില്ല. പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ്. പിള്ളേരെ, പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് പി. പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. ഇത് നമ്മൾ ഒരുപാട് കണക്കിൽ എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് പൊസിഷൻ വെക്ടർ. ഈ പൊസിഷൻ വെക്ടർ എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, വൈ ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, ഇസഡ് ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ഗാമ. ഇവരെ വിളിക്കുന്ന പേരെന്താണ്? ഡയറക്ഷൻ ആംഗിൾസ്. ഇനി ഇവരുടെ കോസ് കണ്ടുപിടിച്ചാൽ, അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ കണ്ടുപിടിച്ചാൽ അതിനെ വിളിക്കുന്ന പേരെന്തുവായിരുന്നു? Direction cosine. ഡയറക്ഷൻ കൊസൈൻസ്. ഈ 2 പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആയോ? മനസ്സിലായി സർ. ഓക്കെ, ശരി. അപ്പോൾ അമാനെ സെക്കൻഡ് പോയിന്റ് വായിച്ചേ. The direction of the line is reversed when the angle are phi minus alpha, phi minus beta and phi minus gamma, and hence cos phi minus alpha is equal to minus cos alpha, cos phi minus beta is equal to minus cos beta, and cos phi minus gamma is equal to minus cos gamma. The signs of the direction of cosines are reversed. The signs of the direction cosines are reversed എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കുക? റിവേഴ്സ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പൊസിഷൻ വെക്ടർ എന്നതിന് പകരം നമ്മൾ ലൈൻ എടുത്തു വെച്ചാ പറയുന്നത്. നമ്മൾ ഒ പി എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ഈ ആദ്യം എഴുതിയേക്കുന്ന ഡയറക്ഷൻ ആംഗിളിന് പകരം
എന്ത് വരും ആംഗിള്? ആ പൈ മൈനസ് ആൽഫ. ആ പറ പിള്ളാരെ. Pi minus ബീറ്റ, പൈ മൈനസ് ഗാമ എന്നിവയായിരിക്കും എന്ത് ആംഗിള്? direction angle. അപ്പോൾ അതിന്റെ കോസ് കണ്ടുപിടിക്കുമ്പോഴല്ലേ ഡയറക്ഷൻ കൊസൈൻ കിട്ടുന്നത്? എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് Pi minus ആൽഫ. അത് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈനസ് കോസ് ആൽഫയാണെന്ന്. രണ്ടാമത്തേത് കോസ് ഓഫ് പൈ മൈനസ് ബീറ്റ എന്ത് വരും? മൈനസ് കോസ് ബീറ്റ. മൂന്നാമത്തേത് കോസ് ഓഫ് പൈ മൈനസ് ഗാമ. ആൻസർ മൈനസ് കോസ് ഗാമ. നേരത്തെ ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെയായിരുന്നു? നേരത്തെ ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെയായിരുന്നു? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയായിരുന്നു ഡയറക്ഷൻ കൊസൈൻ എങ്കിൽ ഇപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്തൊക്കെയാണ്? minus cos alpha minus cos beta minus cos gamma. അതാണ് അമാൻ ലാസ്റ്റിൽ പറഞ്ഞ പോയിന്റ്. ദ സൈൻ ഓഫ് ദി ഡയറക്ഷൻ കൊസൈൻസ് ആർ റിവേഴ്സ്ഡ്. അമാൻ വല്ല കടപ്പുറത്ത് നിൽക്കുകയാണോ? അല്ല സാർ, ഭയങ്കരമായിട്ട് തിരയടിക്കുന്ന കൊടുത്ത ശബ്ദം ഫാനിന്റെ ആണ്. ഓക്കെ ശരി. അമാനെ മൂന്നാമത്തെ പോയിന്റ് വായിച്ചേ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ ആർ ഡിനോട്ടഡ് ബൈ എൽ എം ആൻഡ് എൽ. ഇത് നമ്മൾ വെക്ടർ ഓൾജിബ്രയിൽ പഠിച്ചതാണ്. കോസ് ആൽഫയെ നമ്മൾ എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യും? എൽ. കോസ് ബീറ്റയെ എം. കോസ് ഗാമയെ n. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എന്തൊക്കെയാണ്? എൽ, എം, എൽ, എം, എൽ, എം, എൽ, എം, എൻ. ഓക്കെ. മുള്ളിക്കുളങ്ങരയിലെ അർജുനെ അടുത്ത പോയിന്റ് വായിച്ചേ. അർജുൻ ഇല്ല. മുഹമ്മദ് ബിലാൽ സാദിഖുണ്ടോ? വായിച്ചാൽ അടുത്ത പോയിന്റ്. Direction cosines of a line are denoted by Lm and N. അത് വായിച്ചു. അടുത്ത പോയിന്റ്. To find the direction cosines of any line not passing through origin, we consider a line parallel to given line and passing through the origin and take the direction angles and find its direction cosine. വല്ല മനസ്സിലായോ? ഇത് വായിച്ച മുഹമ്മദ് ബിലാൽ സാദിഖിന് പറഞ്ഞ പോയിന്റ് എന്തെങ്കിലും മനസ്സിലായോ? സിമ്പിൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായില്ലയോ? ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ അതായത് നമ്മള് ഫസ്റ്റ് ചാപ്റ്ററായ വെക്ടർ ഓൾജിബ്രയ്ക്കകത്തിൽ പൊസിഷൻ വെക്ടറിനെ കുറിച്ചാണ് സംസാരിച്ചത്. അത് വെച്ചിട്ടാണ് ഡയറക്ഷൻ ആംഗിള്, ഡയറക്ഷൻ കൊസൈന്, പിന്നെ ഡയറക്ഷൻ റേഷ്യോ ഇതൊക്കെ പറഞ്ഞത്. ശരിയല്ലേ? അതെ. ഇവിടെ നമ്മള് ഈ ഡയറക്ഷൻ കൊസൈനും ഡയറക്ഷൻ റേഷ്യോയും ഒക്കെ ആരുടേതാണ് പറയുന്നതെന്ന് ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ആരുടേതാണ്? റേഷ്യോസ് ഓഫ് എ ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ കാര്യമാണ്. അത് ക്ലിയർ ആയോ എല്ലാവർക്കും? അത് ക്ലിയർ ആയോ? ഇനി അടുത്ത പോയിന്റ്. എല്ലാ സ്ട്രെയിറ്റ് ലൈനുകളും ഒറിജിനിലൂടെ കടന്നു പോകണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ? ഇല്ല. ഒറിജിനിലൂടെ കടന്നു പോകാത്ത ഒരുപാട് സ്ട്രെയിറ്റ് ലൈനുകൾ ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഡയറക്ഷൻ ആംഗിളോ ഡയറക്ഷൻ കൊസൈനോ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ആ നോട്ടിൽ പറയുന്നത്? ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈൻ എവിടെ കൂടെ പോയിട്ടില്ല, ഒറിജിനിലൂടെ. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഡയറക്ഷൻ ആംഗിളും ഡയറക്ഷൻ കൊസൈനും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്നാ തിയറി പറയുന്നത്? ആ തന്നിരിക്കുന്ന ലൈനിനോട് പാരലലും എന്നാൽ എവിടെ കൂടി കടന്നു പോകുന്ന
ഒറിജിനിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ആ ലൈനിന് ഡയറക്ഷൻ ആംഗിളും ഡയറക്ഷൻ കൊസൈനും ഒക്കെ കാണുമല്ലോ, കാണത്തില്ലേ? അതിനെ തന്നെ നമുക്ക് ആ ഒറിജിനിലൂടെ പോകാത്ത ലൈനിനും കൂടെ എന്ത് ചെയ്യാം? അല്ലെ 10-20 പേര് ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. ആകെപ്പാടെ ആ അഞ്ജന മാത്രം എന്തെങ്കിലും പറയുന്നത്, ബാക്കിയുള്ളവരൊന്നും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലയോ? ഹലോ ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററായ വെക്റ്റർ ഓൾജിബ്രയ്ക്കകത്തിൽ പൊസിഷൻ വെക്റ്ററുമായി ബന്ധപ്പെടുത്തിയാണ് ഡയറക്ഷൻ ആംഗിള്, ഡയറക്ഷൻ കൊസൈൻ, ഡയറക്ഷൻ റേഷ്യോ എന്നിവ പഠിച്ചത്. ക്ലിയർ ആയോ? എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആരുടെ കാര്യമാണ്? ലൈനിന്റെ കാര്യമാണ്. എല്ലാ ലൈനുകളും എവിടെ കൂടി കടന്നു പോകണമെന്നില്ല. അപ്പൊ ഒറിജിനിലൂടെ പോകാത്ത ഒരു ലൈനിന്റെ ഡയറക്ഷൻ ആംഗിളും ഡയറക്ഷൻ കൊസൈനും കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പാരലലായിട്ടുള്ള ലൈനിനോട് പാരലലും എന്നാൽ എവിടെ കൂടി കടന്നു പോകുന്ന കടന്നു പോകുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ പരിഗണിക്കണം. ആ സ്ട്രെയിറ്റ് ലൈനിന്റെ ഡയറക്ഷൻ ആംഗിളും ഡയറക്ഷൻ കൊസൈനും ഒക്കെ എന്താണോ അത് തന്നെ ആർക്കും കൊടുക്കാം? ഒറിജിനിലൂടെ പാസ് ചെയ്യാത്ത നമ്മുടെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന ലൈനിനും കൊടുക്കാം. പോയിന്റ് ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് വായിച്ചേ, മൂന്നും ഒരാൾ സാധിക്കേ. Two parallel lines have the same set of direction cosines. Two parallel lines have the same set of direction cosines. രണ്ട് പാരലൽ ലൈനുകൾക്ക് എന്തായിരിക്കും? ഒരേ സെറ്റ് ഉള്ള ഡയറക്ഷൻ കൊസൈൻ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ പാരലൽ ആയിട്ടുള്ള ലൈനെ പരിഗണിച്ചിട്ട് അതിൻ്റെത് എടുത്ത് ഇതിന് കൊടുക്കാവെന്ന് പറഞ്ഞല്ലേ? ആണോ? ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. മുഹമ്മദ് ബിലാൽ സാദിഖ്, അടുത്ത പോയിന്റ്. Any three numbers proportional to the direction cosines of a line are called direction ratios of the line. ഇത് നമ്മൾ വെക്ടറിൽ പഠിച്ചതാണ്. ഈ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ എന്നിവ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 നമ്പറുകളല്ലേ ഉത്തരമായി കിട്ടുന്നത്? അല്ലേ? ആ 3 നമ്പറുകളെ നമ്മൾ ഒരേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവരോട് 3 പേരോട് പ്രപ്പോർഷണലായ മറ്റ് 3 നമ്പറുകൾ നമുക്ക് കിട്ടും. ആ 3 നമ്പറുകളെ നമ്മൾ എന്തോ വിളിക്കും? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കും. എന്തോ വിളിക്കുന്നു? ഡയറക്ഷൻ റേഷ്യോസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അഞ്ജനെ അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. If A, B, C are the direction ratios of a line with the direction L and M, then is equal to lambda L, B is equal to lambda M, and C is equal to lambda N for lambda is not equal to 0. അത് നമ്മൾ വെക്ടർ പഠിച്ചൊരു കാര്യമാണ്. L, M, N ഇവരെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ A ഈക്വൽ ലാംഡ L, B ഈക്വൽ ലാംഡ M, C ഈക്വൽ ലാംഡ N. ഈ എല്ലും എമ്മും എന്നും ആരായിരുന്നു? എല്ലും എമ്മും എന്നും ആരായിരുന്നു? ഡയറക്ഷൻ കൊസൈൻസ്. അതിനെ ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരോട് 3 പേരോട് പ്രപ്പോർഷണലായ 3 നമ്പറുകൾ നമുക്ക് കിട്ടുമല്ലോ. അവരെ നമ്മൾ എന്തോ വിളിക്കുന്നു? Direction ratios. ഡയറക്ഷൻ റേഷ്യോ. ഇതേ കാര്യം തന്നെ നമ്മൾ വെക്ടർ ഓൾജിബ്രയിലും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ശരി. അടുത്ത പോയിന്റ് വായിച്ച അഞ്ജനെ. Direction ratios are also called direction numbers. ഡയറക്ഷൻ റേഷ്യോയെ തന്നെ നമുക്ക് എന്തും വിളിക്കാം?
ഡയറക്ഷൻ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനിയത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ അഞ്ജനെ. To find the direction cosine of a line whose direction cosines are A, B and C, we use the following ഫോർമുല. L is equal to plus or minus A by root of A square plus B square plus C square. M is equal to plus or minus B divided by root of A square plus B square plus C square. N is equal to plus or minus C divided by root of A square plus B square plus C square. ഓക്കെ, ആരെങ്കിലും ഇങ്ങനെ ഒരു സംഗതി നമ്മൾ വെക്ടറിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ഒരു സംഗതി നമ്മൾ വെക്ടറിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു വെക്ടർ തന്നിട്ട് ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻ എന്നിവ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഡയറക്ഷൻ റേഷ്യോ എങ്ങനെയായിരുന്നു എഴുതുന്നത്? എനിക്കില്ല. ആ തന്നിരിക്കുന്ന വെക്ടറിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണന്റ് എടുത്ത് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയറക്ഷൻ റേഷ്യോ. പിന്നെ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെയായിരുന്നു എഴുതുന്നത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചിട്ട് ആ വെക്ടറിന്റെ അതേ ഡയറക്ഷനിൽ പോകുന്ന ഒരു യൂണിറ്റ് വെക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് എ ക്യാപ്പ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. എന്നിട്ട് അതിലെ ഐയുടെ കമ്പോണന്റിനെ നമ്മൾ കോസ് ആൽഫ ആയിട്ട് എടുക്കും, ജെയുടെ കമ്പോണന്റിനെ നമ്മൾ കോസ് ബീറ്റ ആയിട്ട് എടുക്കും, കെയുടെ കമ്പോണന്റിനെ എന്തായിട്ട് എടുക്കും? കോസ് ഗാമ ആയിട്ട് എടുക്കും. ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന ആ ഫോർമുല ഉണ്ടല്ലോ, രണ്ടാമത്തെ പേജിൽ ഫോട്ടോ കോപ്പിയിൽ വന്നിരിക്കുന്ന ആ ഫോർമുല, അത് അടയാളപ്പെടുത്തിയിട്ടോണം പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാറുണ്ട്. നമുക്ക് ചോദ്യം ഇങ്ങനെയാണ്, പിന്നീട് വരുമ്പോൾ പറയാം ഞാൻ. ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ തരും, നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? വെക്ടർ ഫോം ആണ്. അല്ല, ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻ. അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് അഞ്ജന ഇപ്പൊ വായിച്ച L ഈക്വൽ divided by root of A square plus B square. M ഈക്വൽ പ്ലസ് ഓർ മൈനസ് B divided by root of A square plus C square. N ഈക്വൽ പ്ലസ് ഓർ മൈനസ് C divided by root of A square plus B square. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോ അടുത്ത പോയിന്റ് മുള്ളിക്കുളങ്ങരയിലെ ആര്യയുണ്ടോ? വായിച്ചാൽ അടുത്ത പോയിന്റ്. A line has infinitely many sets of direction ratios which are proportional. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈനിന് ഒരു സെറ്റ് ഓഫ് ഡയറക്ഷൻ റേഷ്യോ അല്ല ഉള്ളത്. പിന്നെയോ Many sets. ഒരു വാക്കോട് എഴുതിയിട്ടുണ്ട്. Many sets. അല്ലല്ല, ഇൻഫൈനൈറ്റ്ലി. എന്താണ്? Infinitely many. എണ്ണിയാൽ തീരാത്ത അത്രയും ഡയറക്ഷൻ റേഷ്യോസ് ഉണ്ടാകും. ആർക്കാ? ഒരു ലൈനിന്. ഒരു ലൈൻ. അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. If L, M, N are the direction cosines of a line, then L square plus M square plus N square is equal to 1. ഇത് എവിടെങ്കിലും പഠിച്ചിട്ടുണ്ടോ ആര്യ? നമ്മൾ നേരത്തെ ഉണ്ട് സർ. വെക്ടറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡയറക്ഷൻ കൊസൈൻസിന്റെ സ്ക്വയറിന്റെ സം എടുത്താൽ ഉത്തരം എന്ത് കിട്ടും? 1 കിട്ടും. 1 കിട്ടും. ഓക്കെ, ശരി. അടുത്ത പോയിന്റ് വായിച്ചാട്ടെ. The direction ratios of a line joining 2 points P of x1, y1, z1 and Q of x2, y2, z2 are x2 minus x1, y2 minus y1, z2 minus z1 or x1 minus x2, y1 minus y2, z1 minus z2. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ 2 പോയിന്റുകൾ. ഏതൊക്കെ ആര്യെ? P of x1, y1, z1 and Q of x2, y2, z2. ഇവരെ രണ്ടുപേരെയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. 3Dയിലാണ്. ആ ലൈനിന്റെ എന്തെഴുതാൻ പറഞ്ഞാൽ ഡയറക്ഷൻ ഡയറക്ഷൻ റേഷ്യോ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്തു ആര്യ? ഒന്ന് വായിച്ചേ.
x2 minus x1, x2 minus x1, y2 minus y1, z2 minus z1 or അല്ലെങ്കിൽ ഇതിനെ തിരിച്ച് നമുക്ക് x1 minus x2, y1 minus y2, z1 minus z2. അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. പരീക്ഷയ്ക്ക് വേണ്ടുന്ന മറ്റൊരു ഫോർമുലയാണ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ തന്നെ ആര്യ വേറെ ഏതാണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട് സർ. വായിച്ചാട്ടെ. അതും അടയാളപ്പെടുത്തി ഒരു സെക്കൻഡ്, അതും അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോണം. അതും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുണ്ട്. വായിച്ചാട്ടെ. The direction cosines of a line joining 2 points P of x1 y1 z1 and Q of x2 y2 z2 are x2 minus x1 by pq, y2 minus y1 pq, z2 minus z1 by pq, where pq is equal to root of x2 minus x1 the whole square plus y2 minus y1 the whole square plus z2 minus z1 the whole square. അതായത് പി ഓഫ് x1 y1 z1, ക്യൂ ഓഫ് x2 y2 z2 എന്നീ രണ്ട് പോയിന്റുകളെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ എവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. 3Dയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. എവിടെ ഉണ്ടെന്ന് വിചാരിക്കാം? 3D. ആ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല പറഞ്ഞത് മനസ്സിലായിരുന്നു? മനസ്സിലായി. ഇനി അതേ ലൈനിന്റെ തന്നെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്തുവാ ഫോർമുല നോക്കിക്കേ. വേണ്ടേ, കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇതേ ആളുകളെ തന്നെ അല്ലേ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആളുകളെ തന്നെയല്ലേ ഇവിടെ ന്യൂമറേറ്ററിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു ഡിനോമിനേറ്റർ വന്നിട്ടുണ്ട്. ആ ഡിനോമിനേറ്റർ എല്ലായിടത്തും ഒരേ ആള് തന്നെ അല്ലേ? അതാരാ? PQ. ഈ PQ എന്ന് പറഞ്ഞാൽ ആരാ? അത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ആരാ? P മുതൽ Q വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? +1 പഠിച്ചതാ ഡിസ്റ്റൻസ് ഫോർമുല. റൂട്ട് ഓഫ് x2 minus x1 the whole square. വായിച്ചോ ശാലു. y2 minus y1 the whole square plus z2 minus z1 the whole square. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനകത്ത് നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചാൽ മതി അതിനകത്ത് വെച്ചാൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഏതൊക്കെയാ? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല ആദ്യത്തേത്, പിന്നെ ഡയറക്ഷൻ റേഷ്യോയും ഡയറക്ഷൻ കൊസൈനും കണ്ടുപിടിക്കാൻ പഠിപ്പിച്ച ലാസ്റ്റിലത്തെ 2 ഫോർമുല. ഈ 3 കാര്യങ്ങൾ മാത്രം ഈ സെക്ഷനിൽ നിന്ന് എന്തായി പഠിച്ചു വെച്ചാൽ മതി? എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫോർമുല ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമ്മൾ അതിന്റെ തിയറിയുടെ ഐഡിയ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഞാൻ 5 മിനിറ്റ് സമയം തരാം. എന്തിനാണ് ഈ 5 മിനിറ്റ് സമയം തരുന്നത്? വായിക്കാൻ. ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും നോട്ട് മനസ്സിലാകാത്തുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഇപ്പൊ സമയം 7:23. 5 മിനിറ്റ് ആകുമ്പോൾ 7:28 ആകുമ്പോഴത്തേക്ക് വായിച്ചു കഴിയണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഡൗട്ട് ഇല്ല സാർ. ഡൗട്ട് ഇല്ല സാർ. ഓക്കെ Doubt illa, sir. ഓക്കെ ഡൗട്ടില്ല സാർ. Doubt illa, sir. ഡൗട്ട് ഇല്ല സാർ. ഇല്ല സാർ. Doubt illa, sir. ഡൗട്ട് ഇല്ല സാർ. ഇല്ല സാർ. Doubt illa, sir. ഓക്കെ ആ അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കുറച്ചധികം ആളുകൾ പ്രതികരിച്ചിട്ടതുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പം നിങ്ങളെ ഹലോ, നിങ്ങളിപ്പോൾ റഫ് ബുക്ക് എടുത്ത് വെച്ചിട്ടില്ലയോ? ആ സാർ. ആ എഴുതുക 11.2 ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് ആൻഡ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് എ ലൈൻ. ഓക്കെ എഴുതിയോ? എഴുതി സാർ. ഓക്കെ അപ്പോൾ അതിന് താഴെ എഴുതുക ഫോട്ടോ കോപ്പിയിൽ നോക്കി നോട്ട് എഴുതണം. ഫോട്ടോ കോപ്പിയിൽ നോക്കി നോട്ട് എഴുതണം. എഴുതിയോ? എഴുതി സാർ. ഓക്കെ ശരി. അപ്പോൾ ഇനി ഞാൻ തന്നിരിക്കുന്ന ഫോട്ടോ കോപ്പിക്കകത്തിൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഉണ്ടോ നോക്കിക്കേ. എക്സാമ്പിൾ 1 എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ നോക്കിക്കേ. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടോ? എനിക്കില്ല. എനിക്കില്ല. എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഇത് കിടപ്പുണ്ടോ? ഉണ്ട് sir. ഉണ്ടോ? ഒന്ന് വായിച്ചേ. If a line makes an angle 90, 135, 45 degree with the x, y, z axis respectively, find its direction cosine. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് നിങ്ങൾ എഴുതിയിടുക. അത് എക്സസൈസ് 11.1 ഒന്നാമത്തെ ചോദ്യമാണ്. എക്സസൈസ് 11.1 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റഫ് ബുക്കിലോട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അയച്ചു തന്നിട്ടുണ്ട് ഗ്രൂപ്പിൽ. കണ്ടോ നിങ്ങൾ? കണ്ടു. ഒന്ന് വായിച്ചാട്ടെ. If a line makes angle 90 degree, 60 degree and 30 degree with the positive direction of x, y and z axis respectively, find its direction cosines. ആ ചോദ്യം നിങ്ങൾ റഫ് ബുക്കിലോട്ട് എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. എക്സാമ്പിൾ 1 എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. എഴുതിയോ? എക്സാമ്പിൾ 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. എഴുതിയോ? 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 എഴുതി സർ. അപ്പോൾ പനയന്നാർകാവിലെ അമൃതയുണ്ടോ ക്ലാസ്സിൽ? പനയന്നാർകാവിലെ അമൃത ക്ലാസ്സിലുണ്ടോ? ഇല്ല. മുള്ളിക്കുളങ്ങരയിലെ അഖിലുണ്ടോ? ഒരു അമൃതയുണ്ടോ? കരോളുകാർ വന്നോ വീട്ടിൽ? ശരി. വായിക്കാൻ പറ്റുമോ നോക്കിക്കേ. അമൃതേ വായിക്കട്ടെ സർ? വായിച്ചോ. If a line makes an angle 90 degree, 60 degree and 30 degree with the positive direction of x, y and z axis respectively, find its direction cosines. ചോദ്യം വായിച്ചവ അമൃതയ്ക്ക് മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞാട്ടെ.
ചോദ്യം വായിച്ചപ്പോൾ അമൃതയ്ക്ക് മനസ്സിലായ കാര്യം? ആ, ചോദ്യം വായിച്ച് മനസ്സിലായാലല്ലേ നമുക്ക് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. ഒന്നുമില്ല, വളരെ സിമ്പിൾ സാധനം. ഒന്ന് വായിച്ചു നോക്കി. ഒരു ലൈൻ എക്സ് ആക്സസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് 90 ഡിഗ്രി ഉള്ള ആംഗിളും 60 ഡിഗ്രി ഉള്ള ആംഗിളും y ആക്സസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് 60 ഡിഗ്രി ഉള്ള ആംഗിളും ഇസഡ് ആക്സസിന്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് 30 ഡിഗ്രി ഉള്ള ആംഗിളും ഉണ്ടാക്കുന്നു. ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നതിന് പകരം അവർക്കൊരൊറ്റ വാക്ക് പറയും. എന്താണ്? ഇതിന് പകരം ഒരു ഒറ്റ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 വാക്കുകൾ ചേരുന്ന ഒരൊറ്റ വാക്ക്. ഡയറക്ഷൻ ആംഗിൾസ്. എന്താണ്? ഡയറക്ഷൻ ആംഗിൾസ്. അപ്പൊ എഴുതുക. ആൻസർ എന്ന് എഴുതിയിട്ട് ഡയറക്ഷൻ ആംഗിൾസ് ആർ ഡയറക്ഷൻ ആംഗിളുകളെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്തൊക്കെയായിരുന്നു? ഡയറക്ഷൻ ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നതോ? ആൽഫ, ബീറ്റ, ഗാമ. പറഞ്ഞാട്ട് എത്രയൊക്കെ? ആൽഫ എത്ര? 90 ഡിഗ്രി. ബീറ്റ 60 ഡിഗ്രി. ഗാമ 30 ഡിഗ്രി. ഓക്കെ. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? അടുത്ത വരിയിൽ ഡയറക്ഷൻ കൊസൈൻസ് ആർ എന്തൊക്കെയായിരുന്നു ഡയറക്ഷൻ കൊസൈൻസ്? കോസ് ആൽഫ. എൽ ഈക്വൽ കോസ് ആൽഫ എന്ന് പറയുമ്പോ കോസ് 90 എത്ര? കോസ് 90 0. അടുത്തത് എം ഈക്വൽ കോസ് ബീറ്റ ഈക്വൽ കോസ് 60 ഡിഗ്രി. കോസ് 60 ഡിഗ്രി എത്ര? 1/2. 1/2. ഓക്കെ. ഇനി അടുത്ത ആളാരാ? എൻ ഈക്വൽ കോസ് ഗാമ ഈക്വൽ കോസ് ഗാമയുടെ വില കോസ് 30 √3/2. ബുദ്ധിമുട്ട് എന്തെങ്കിലും? വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവര് മനസ്സിലായെന്ന് പറയുക, അല്ലാത്തവർ അല്ലെന്ന് പറയുക. മനസ്സിലായി സർ. ഓക്കെ. മനസ്സിലായി സർ. വളരെ കുറച്ചു പേര് മാത്രമാണ് എന്തെങ്കിലും പ്രതികരിക്കുന്നത്. ബാക്കിയുള്ളവരുടെ ആവിയില്ല, അനക്കവും ഇല്ല. മനസ്സിലായി സർ. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ഇപ്പൊ ഗ്രൂപ്പിലിട്ട് വന്നു നോക്കിക്കേ. എക്സാമ്പിൾ 2. ആണോ? എക്സാമ്പിൾ 2 ഗ്രൂപ്പിൽ വന്നോ? എഴുതിയാട്ടെ. എന്തുവായിരുന്നു ചോദ്യം? ഇഫ് എ ലൈൻ ഹാസ് ഡയറക്ഷൻ റേഷ്യോസ് 2 - 1 - 2 determine its direction cosine. എഴുതിയാട്ടെ. ചോദ്യം എഴുതി കഴിഞ്ഞോ?
ഓക്കെ. പനയന്നാർകാവിലെ നൈഷാനെ ഉണ്ടോ ക്ലാസ്സിൽ? ഉണ്ട് സർ. നൈഷാനെ ചോദ്യം വായിച്ചാട്ടെ. If a line has direction ratios 2, -1, -2, determine its direction cosines. എന്തോ നൈഷാനെ ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 2, -1, -2. ഇതിനെ സൂചിപ്പിക്കാൻ എന്തോ അക്ഷരം നമ്മൾ ഉപയോഗിക്കായിരുന്നല്ലോ ഡയറക്ഷൻ റേഷ്യോയെ സൂചിപ്പിക്കാൻ? LMN ആണോ ഡയറക്ഷൻ റേഷ്യോയെ സൂചിപ്പിക്കുന്നേ? ABC. അപ്പൊ ആദ്യത്തേനെ A ആയിട്ട് എടുക്കുക, രണ്ടാമത്തേനെ B ആയിട്ട് എടുക്കുക, മൂന്നാമത്തേനെ C ആയിട്ട് എടുക്കുക. എയുടെ വില 2. ബിയുടെ വില -1. സിയുടെ വില -2. അപ്പൊ എഴുതിയാട്ടെ. ഡയറക്ഷൻ റേഷ്യോസ് എന്ന് എഴുതിയിട്ട് A = B = -1, C = -2. എഴുതിയോടെ? എഴുതി സാർ. അങ്ങനാണെങ്കിൽ അഞ്ജന മുമ്പേ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടയാളപ്പെടുത്തി പഠിച്ചോണം, ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതിയിട്ടുണ്ട്. എന്തുവായിരുന്നു? ഡയറക്ഷൻ കൊസൈൻസ് ആർ ആദ്യത്തേത് L = പ്ലസ് ഓർ മൈനസിനകത്തിലെ പ്ലസ് വാല്യൂ മാത്രം എടുത്താൽ മതി. പറഞ്ഞാട്ടെ. A by root of A square plus B square plus C square. അപ്പൊ നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് അടുത്തേക്ക് പോവാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. എയുടെ വില 2/√of 2² പ്ലസ് -1ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ ആണോ? ഈക്വൽ 2/√of 2ന്റെ സ്ക്വയർ 4, -1ന്റെ സ്ക്വയർ 1, -2ന്റെ സ്ക്വയർ 4, ഈക്വൽ 2/√of 4 4 8 1 9, ഈക്വൽ 2/3. അപ്പൊ എല്ലിന്റെ വില ഞാൻ കണ്ടുപിടിച്ചു വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് എമ്മിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കുന്നത്? E/√of A² plus B² plus C². A² plus B² plus C². എത്ര ബിയുടെ വില? -1. ഈ ഡിനോമിനേറ്റർ അല്ലേ നമ്മൾ ആദ്യത്തെ പാർട്ടി കണ്ടുപിടിച്ചേക്കുന്നേ? ആണ് സർ. അപ്പൊ ഇനി വീണ്ടും കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. അപ്പൊ 3. അടുത്തത് N = C/√of A² plus B² plus C². C/√of A² plus B² plus C². പറഞ്ഞാട്ടെ. -2/3. ഓക്കെ. രണ്ടാമത്തെ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല സർ. ഇല്ല. ഓക്കെ. എങ്കിൽ നമുക്ക് മൂന്നാമത്തെ കണക്കിലേക്ക് പോകാം. സാർ. ഓക്കെ. എഴുതിക്കോളൂ. എക്സാമ്പിൾ 3. എക്സാമ്പിൾ 3യുടെ ക്വസ്റ്റ്യൻ വന്നു. എഴുതിയാട്ടെ. എക്സാമ്പിൾ 3യുടെ ക്വസ്റ്റ്യൻ വന്നോ? അനക്കമില്ല. എക്സാമ്പിൾ 3യുടെ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ഇല്ല.
ആരും അനങ്ങുന്നില്ല. ചോദ്യം എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ. പനയന്നാർകാവിലെ ഗ്രീഷ്മയുണ്ടോ ക്ലാസ്സില്? ഗ്രീഷ്മയുണ്ടോ ക്ലാസ്സില്? ഉണ്ട് സാർ. വായിച്ചാട്ടെ ഗ്രീഷ്മ. എക്സാമ്പിൾ 3. Find the direction cosines of the line passing through the 2 points -2, 4, -5 and 1, 2, 3. എന്തോ ചോദ്യത്തിന് അർത്ഥം? നമുക്കൊരു 2 പോയിന്റുകൾ തന്നിട്ടുണ്ട്. നമ്മളിപ്പം ആദ്യത്തെ പോയിന്റിനെ പി ആണെന്ന് വിചാരിക്കാം. പിയുടെ കോർഡിനേറ്റ് പറഞ്ഞേ. -2, 4, -5. ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് ക്യൂ ആണെന്ന് വിചാരിക്കാം. അതിന്റെ കോർഡിനേറ്റ് 1, 2, 3. 1, 2, 3. ഈ 2 പോയിന്റുകളെ ജോയിൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം? Direction cosine. ഓക്കെ. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ അല്പം മുമ്പേ തിയറിക്കകത്ത് പഠിച്ചായിരുന്നല്ലോ അല്ലേ? sir. അപ്പൊ എഴുതിക്കോളൂ. ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. പറയട്ടെ? sir. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി ലൈൻ. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ദി ലൈൻ. എഴുതിയോ? പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. രണ്ട് ബോർഡേ കിടക്കുന്ന പോലെ എഴുതണം. ആദ്യത്തെ പോയിന്റ് പി ഓഫ് -2, 4, -5. -2, 4, -5. എഴുതിയോ? 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 എഴുതി സാർ. ആൻഡ് ക്യൂ ഓഫ് 1, 2, 3. ആൻഡ് ക്യൂ ഓഫ് 1, 2, 3. ഇതിൽ ആദ്യത്തെ പോയിന്റിനെ നമ്മൾ x1, y1, z1 എന്ന് വിളിക്കണം. രണ്ടാമത്തെ പോയിന്റിനെ x2, y2, z2 എന്ന് നിങ്ങൾ എഴുതിയിടത്ത് തന്നെ എഴുതി വെക്കാം. എഴുതിയോ? അപ്പൊ എന്തുവായിരുന്നു? നമ്മളിപ്പം ഈസ് വരെ എഴുതി വെച്ചേക്കാൻ എന്തൊരു ഫോർമുല ഉണ്ടായിരുന്നല്ലോ? x1 - x2 x1 - x2. ഡയറക്ഷൻ എന്തോ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? ഡയറക്ഷൻ കൊസൈൻ. കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? ഡിവൈഡഡ് ബൈ PQ. ഡിവൈഡഡ് ബൈ PQ. ഡിവൈഡഡ് ബൈ x2 - x1 അല്ലേ? x2 - x1 ബൈ PQ, കോമ y2 - y1 by PQ. y2 - y1 by PQ, കോമ z2 - z1 by PQ. ഓക്കെ. അപ്പൊ ഇതിനകത്തിൽ ഇപ്പൊ നമുക്ക് x1, y1, z1, x2, y2, z2 ഇതൊക്കെ അറിയാം. ഇതിനെ അറിയാൻ വയ്യാത്ത ആരെയാ? PQ-നെയാണ് അറിയാൻ വയ്യാത്തത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? PQ. PQ കണ്ടുപിടിക്കും. റൂട്ട് ഓഫ് x2 - x1 the whole square. x2 - x1 the whole square plus y2 - y1 the whole square plus z2 - z1 the whole square. നിങ്ങളുടെ കൈവശം ഇവരുടെ എല്ലാം വിലയുണ്ട്. ഈ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എത്രയാണ് PQ കിട്ടുന്നതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പറഞ്ഞേ. എത്രയാണ് PQ കിട്ടുന്നത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് പറയുക.
സാർ എന്തോ റൂട്ട് 77 ആണോ? റൂട്ട് 77 77 ശരിയാണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് എഴുതാം. x2 മൈനസ് x1 പറഞ്ഞാട്ടെ. അത് ഓൾറെഡി നിങ്ങൾ ചെയ്തപ്പോൾ ഇതിനകത്ത് കിടപ്പുണ്ട്, അതുകൊണ്ട് അങ്ങ് എടുത്തെഴുതിയാൽ മതി. പറഞ്ഞാട്ടെ. അല്ല 3 സ്ക്വയർ വേണ്ട, അതിനകത്ത് നമ്പർ മാത്രം മതി. x2 മൈനസ് x1 ചെയ്തപ്പോൾ കിട്ടിയ നമ്പർ മാത്രം. 3 ആണോ? അപ്പൊ 3 ബൈ 77. അടുത്തത് y2 മൈനസ് y1 ചെയ്തപ്പോ അതിനകത്ത് കിട്ടിയ വില പറഞ്ഞേ. -2 ബൈ √77. ഓക്കെ, അടുത്തത് 8 ബൈ √77. z2 മൈനസ് z1 എത്ര കിട്ടിയത്? 8 ബൈ √77. ഇതാണ് ആരെന്ന് പറയുന്നത്? ഡയറക്ഷൻ കൊസൈൻ. ഓക്കെ, ശരി. അപ്പോ മൂന്നാമത്തെ എക്സാമ്പിളിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. അപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി 4ഉം 5ഉം 2 എക്സാമ്പിളൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പോ ഞാൻ ഇതിന്റെ വർക്ക് പറയട്ടെ. ഒന്ന്, റീറൈറ്റ് ദ നോട്ട്. ഇനി എങ്ങനെയാ നോട്ട് എഴുതേണ്ട രീതി ഒന്ന് പറഞ്ഞേ ആദ്യം ആരെങ്കിലും ഒരാൾ. 11.1 ഇൻട്രൊഡക്ഷൻ എവിടെ നോക്കി എഴുതണം? ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഫോട്ടോ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ട് അതിൽ നോക്കി എഴുതണം. ഓക്കെ, അടുത്തത് 11.2 ഫോട്ടോ കോപ്പിയിൽ നോക്കി ഡയറക്ഷൻ കൊസൈൻ ആൻഡ് ഡയറക്ഷൻ റേഷ്യോ ഓഫ് എ ലൈനിന്റെ നോട്ട് എഴുതണം. പിന്നെ എക്സാമ്പിൾ 1 മുതൽ 3 വരെ ഇതേപോലെ തന്നെ എഴുതണം. റിപ്പീറ്റ് 1 ടൈം. റിപ്പീറ്റ് വേണ്ട, ഏതൊക്കെയാന്ന് ഞാൻ പറയാം. എക്സാമ്പിൾ 1ഉം 2ഉം 3ഉമാണ് എത്ര തവണ എഴുതേണ്ടത്? അടുത്തത് ഹോംവർക്ക്. എക്സസൈസ് 11.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3. 1, 2, 3. ഓക്കെ, ഞാൻ വർക്ക് പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കാൻ പോവാണ്. അതിനു മുമ്പേ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.